ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡ് ന്യൂ SCERTയിലെ മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇന്ന് മാസ് നമ്പർ എന്താണ്, ആറ്റോമിക നമ്പർ എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇനി നമുക്ക് മാസ് നമ്പർ എന്താണ്, ആറ്റോമിക നമ്പർ എന്താണെന്ന് നോക്കാം. അപ്പൊ ആറ്റങ്ങൾ അതിസൂക്ഷ്മങ്ങളായ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണ് എന്നൊക്കെ കരുതി പോരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നീടാണ് അവിടുന്ന് അങ്ങോട്ട് ആറ്റങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും, വിഭജിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിലേക്കൊക്കെ വരുന്നത്. ഓക്കെ, ഈ ആറ്റങ്ങള് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തുകയും ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്കൊക്കെ എത്തി. എന്തൊക്കെയാണ്? ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ചെറു കണങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ആറ്റത്തിന് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. വളരെ വലിപ്പം കുറഞ്ഞ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. ഇലക്ട്രോണുകളാണെങ്കിലോ ന്യൂക്ലിയസിന് ചുറ്റുമാണ് കാണപ്പെടുന്നത്. ഇനി പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, അതുപോലെ ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ് എന്നുള്ള കണ്ടെത്തലിലേക്കൊക്കെ വന്നു. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിന്റെ ആറ്റോമിക നമ്പറായി പരിഗണിക്കുന്നു. നമ്മൾ പറയാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? പ്രോട്ടോണിന്റെ നമ്പർ ഈക്വൽ ടു ഇലക്ട്രോണിന്റെ നമ്പർ. അത് തന്നെയാണ് എന്ത്? ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അതിന്റെ ആറ്റോമിക നമ്പറായി പരിഗണിക്കുന്നത്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റോമിക നമ്പർ എന്താന്നുള്ളത് പറഞ്ഞു, അതുപോലെ തന്നെ മാസ് നമ്പർ എന്താന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആറ്റോമിക നമ്പർ എന്താണ്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അതിന്റെ ആറ്റോമിക നമ്പറായി പരിഗണിക്കുന്നത്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്റെ ആകെത്തുകയാണ് മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബോക്സ് ഫുൾ ഇമ്പോർട്ടന്റ് ആണ്. അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഇപ്പൊ ഡൗട്ട് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നു. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. ആറ്റത്തിന്റെ കേന്ദ്രമാണ് എന്ത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു. അതുപോലെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് എന്ത് പറയുക? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കൂടാതെ പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. മെൻഡലിയേഫിന്റെ ആവർത്തന നിയമം, പീരിയോഡിക് ലോ. മെൻഡലിയേഫിന്റെ ആവർത്തന നിയമത്തെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടിക ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്, കണ്ടല്ലോ. പട്ടികയിലെ വിലങ്ങനെയുള്ള നിരകളെ പിരീഡുകൾ എന്നും കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കാം. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസ സ്വഭാവത്തിൽ സമാനത പ്രകടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, മെൻഡലിയേഫിന്റെ ആവർത്തന നിയമമാണ് നമ്മൾ പഠിക്കുന്നത്. മെൻഡലിയേഫിന്റെ പീരിയോഡിക് ലോ എന്താ പറഞ്ഞത്? മൂലകങ്ങളുടെ രാസ ഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസ ഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് മെൻഡലിയേഫ് ആണ്. ഓക്കെ, മെൻഡലിയേഫ്. അപ്പോ മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടിക നമുക്ക് അവിടെ താഴെ തന്നിട്ടുണ്ട്. ഇത് ആവിഷ്കരിച്ച വർഷം 1869 കേട്ടോ. മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിൾ വന്ന വർഷം 1869. ഓക്കെ, അപ്പൊ മെൻഡലിയേഫിന്റെ ഈ ഒരു പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പട്ടികയിൽ വിലങ്ങനെയുള്ള നിരകളെ നമുക്ക് പിരീഡുകൾ എന്നും കുത്തനെയുള്ളതിനെ നമുക്ക് ഗ്രൂപ്പുകൾ എന്നും വിളിക്കാം. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസ സ്വഭാവത്തിൽ സമാനതകൾ പുലർത്തുന്നുണ്ട് എന്ന പോയിന്റ് കൂടി ഓർക്കുക. ഇനി ഇവിടെ കണ്ടോ, ഈ ഒരു പീരിയോഡിക് ടേബിൾ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ സവിശേഷതകളുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറച്ച് സ്ഥലമൊക്കെ എന്താ ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ് അല്ലെ. നമുക്ക് നോക്കാം എന്തുകൊണ്ടാന്നുള്ളത്. സവിശേഷതകളിലേക്ക് വരാം. അപ്പോൾ മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മൂലകങ്ങളെ മെൻഡലിയേഫ് വർഗീകരിച്ചത്.
അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ കലയെക്കൂട്ടി പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന എന്താണ്, ഇനി കണ്ടുപിടിക്കാൻ പോകുന്നവയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ് അദ്ദേഹം അവിടെ പ്രൊവൈഡ് ചെയ്തത്. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കുള്ള കളങ്ങൾ അവിടെ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ നേരത്തെ കൂട്ടി പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം എളുപ്പമാക്കി. സമാനമായിട്ടുള്ള ഗുണങ്ങളുള്ള മൂലകങ്ങളെ എല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്ന രീതിയിലാണ് വർഗീകരിച്ചത്. അത് പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റഡീസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അടുത്തത്, ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ പറ്റിയില്ല എന്നത് ഒരു ഡീമെറിറ്റ് ആണ്. അതുപോലെ ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാനായിട്ടും മെൻഡലിയഫിന് കഴിഞ്ഞില്ല. മനസ്സിലാവുന്നുണ്ടോ? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടില്ല, ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാനും കഴിഞ്ഞില്ല. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. അതും എന്താണ്, ഒരു ഡീമെറിറ്റ് തന്നെയാണ്. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടും വന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞത്, പരിമിതികളായിട്ട് പറഞ്ഞത്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പാലിക്കാനായിട്ട് മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയ്ക്ക് സാധിച്ചില്ല. കൂടാതെ ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകിയിട്ടില്ല. പിന്നെന്താണ്, ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ എന്ത് ചെയ്തു, ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓൾഡ് SCERT-യിൽ പറയുന്നുണ്ട്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങൾക്കൊപ്പം അലോഹമായിട്ടുള്ള ഹൈഡ്രജനെ കൊണ്ടുവയ്ക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞുള്ളൂ, മെൻഡലീഫിന് കഴിഞ്ഞുള്ളൂ. പിന്നെ ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. മനസ്സിലായോ? അതായത് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ മൃദുലോഹങ്ങളുണ്ട്. ആ ലോഹങ്ങളുടെ ഒപ്പം കോപ്പർ, സിൽവർ പോലെയുള്ള കഠിനമായിട്ടുള്ള ലോഹങ്ങൾ ഉൾപ്പെടുത്തി. അപ്പോൾ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരേ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങൾക്ക് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആ രീതിയിലായിരുന്നു. അപ്പൊ അതൊക്കെ അതിന്റെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് ഇദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത്. പിന്നെന്താണ്, അറിയപ്പെടാതിരുന്ന അല്ലെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാതിരുന്ന കുറെ മൂലകങ്ങൾക്കുള്ള കളങ്ങളൊക്കെ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങളൊക്കെ പ്രവചിക്കുകയും ചെയ്തു എന്നുള്ളതൊരു കാര്യമാണ്. പിന്നെ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധമൊക്കെ അദ്ദേഹം ക്രമീകരിച്ചു, പക്ഷെ എല്ലായിടത്തും അത് ആപ്ലിക്കബിൾ ആയില്ല എന്നുള്ളതാണ് അതൊരു ഡീമെറിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വർഗീകരിച്ച കാരണം കുറെയൊക്കെ മൂലകങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവ കാരണം ഉണ്ടാവുന്ന സംയുക്തങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ വളരെയധികം എളുപ്പമായി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ സവിശേഷതയായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ 4 പോയിന്റ് ആണ് പറഞ്ഞത് ആ ഒരു ഭാഗത്ത് കേട്ടോ. മെൻഡലിയഫ് 1869 ആവർത്തന പട്ടിക രൂപീകരിച്ചപ്പോൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടൊന്നുമില്ല. എന്താണ്, 1869 മെൻഡലിയഫ് നമ്മുടെ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന സമയത്ത് എന്താണ്, ആറ്റത്തിന്റെ ഘടനയോ അല്ലെ അതിന്റെ മൗലിക കണങ്ങളെ കുറിച്ചൊന്നും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പിന്നീട് മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ആര് കണ്ടെത്തി? ഹെൻറി മോസ്ലി കണ്ടെത്തി. ഹെൻറി മോസ്ലി കണ്ടെത്തി എന്താണ്, ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിട്ടാണ് മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്നാണ് ഹെൻറി മോസ്ലി കണ്ടെത്തിയത്. അതനുസരിച്ച് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഒരു ആവർത്തന പട്ടികയുണ്ട്. അതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക ആവർത്തന പട്ടിക. അപ്പൊ ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് ഇപ്പൊ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. മുകളിൽ നമ്മൾ കണ്ട ആ ഒരു പീരിയോഡിക് ടേബിൾ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഇനി തന്മാത്രകളുടെ രാസസൂത്രത്തെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കെമിക്കൽ ഫോർമുല ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഓരോ മൂലകത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾസ് എങ്ങനെയൊക്കെയാണ് എഴുതുന്നത്, പല രീതികളിലുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, നൈട്രജൻ N എന്ന് എഴുതിയാൽ അത് നൈട്രജനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നൈട്രജന്റെ ഒരാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, 2N ഉണ്ട്, N2 ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2N എന്ന് പറയുമ്പോൾ ഈ N-ന്റെ സൈഡിൽ ഇടത് വശത്ത് 2 കൊടുത്തിട്ടുണ്ട്. അതായത് 2 സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. 2 സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്ന എണ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്ന നമ്പറാണ് ഈ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി N-ന്റെ ആ താഴെ ചെറുതായി കൊടുക്കുന്നുണ്ടല്ലോ N2 എന്ന്. അതെന്താണ്? 2 ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു നൈട്രജൻ തന്മാത്രയാണിത്. മനസ്സിലാവുന്നുണ്ടോ? N2 എന്ന് എഴുതിയാൽ ഇതൊരു നൈട്രജന്റെ എന്താണ്, ഒരു തന്മാത്രയാണ്. നൈട്രജന്
സ്റ്റേബിൾ ആയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വെറും N എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് പറ്റില്ല. N2 ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടാണ് ഒരു നൈട്രജന്റെ തന്മാത്ര ഫോം ചെയ്തിരിക്കുന്നത്. തന്മാത്രയ്ക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം N2 ആയിട്ടാണ് അതിന് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുക. അതേസമയം നമ്മൾ 2N എന്ന് എഴുതിയ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് എന്തുണ്ട്, സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളുണ്ട്. ഈ ഒരു N, ഈ ഒരു N, രണ്ട് ആറ്റങ്ങളാണ്. ഇതൊരാറ്റം, ഇതൊരാറ്റം. ഈ N2 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു നൈട്രജൻ തന്മാത്രയാണ് N2 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ രണ്ട് സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളാണെങ്കിൽ നമുക്ക് ഇവിടെ 2N എന്ന് എഴുതാം. N2 ആണെങ്കിൽ രണ്ട് ആറ്റങ്ങൾ ചേർന്നുണ്ടായിട്ടുള്ള നൈട്രജൻ തന്മാത്രയാണെന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ 2N2 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തുണ്ട്, രണ്ട് നൈട്രജൻ തന്മാത്രകളാണല്ലോ. N2 എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ തന്മാത്ര, അങ്ങനെ രണ്ട് നൈട്രജൻ തന്മാത്ര. ഈ രണ്ട് നൈട്രജൻ തന്മാത്രയിലായിട്ട് ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 4 ആറ്റം ഉണ്ടായിരിക്കും. 2 × 2 4, 4 ആറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി ഇവിടെ നോക്കണേ, കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഹീലിയം അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ഒറ്റൊരെണ്ണല്ലേ ഉള്ളൂ, 1. അപ്പൊ അത് ഏകാറ്റോമിക മൂലകമാണ്. ഓക്സിജൻ എങ്ങനെയാണ്? 2 അല്ലെ? അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2, ദ്വയാറ്റോമിക മൂലകമാണ്. S8 എത്ര എണ്ണമുണ്ട്? 8 ആറ്റങ്ങളുണ്ട്. 8 ആറ്റങ്ങൾ, ബഹു ആറ്റോമിക മൂലകം. അടുത്തത് H2 എത്ര ആറ്റങ്ങളുണ്ട്? 2 ആറ്റങ്ങളുണ്ട്, ദ്വയാറ്റോമിക മൂലകം. P4 എത്ര എണ്ണമുണ്ട്? 4 അല്ലെ? 4 ആറ്റങ്ങളുണ്ട്, 4 ആറ്റങ്ങളുണ്ട്, ബഹു ആറ്റോമിക മൂലകം. ഇനി നിയോൺ 1, Ne ഒന്നേ ഉള്ളൂ അല്ലെ? ഒരാറ്റമേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഏകാറ്റോമിക മൂലകമാണ്. അടുത്തത് ക്ലോറിൻ എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്, ദ്വയാറ്റോമിക മൂലകം. ആർഗൺ ആണെങ്കിലോ, ആർഗൺ ഒന്നേ ഉള്ളൂ, ഏകാറ്റോമികമാണ്. ഇനി O3 അല്ലെങ്കിൽ ഓസോൺ എത്രയാ? 3 എണ്ണമുണ്ട്. അപ്പൊ എന്ത് വന്നു? ബഹു ആറ്റോമിക മൂലകമാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്തത്, ഒരു തന്മാത്രയിൽ ഒരാറ്റം മാത്രമുള്ള മൂലകങ്ങൾ ഏകാറ്റോമിക മൂലകം. ഒരു തന്മാത്രയിൽ 2 ആറ്റം ഉണ്ടെങ്കിൽ അത് ദ്വയാറ്റോമിക മൂലകം. ഒരു തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, P4, S8 ഇതൊക്കെ എന്താണ്? ബഹു ആറ്റോമിക മൂലകങ്ങളാണ്. തന്മാത്ര രാസസൂത്രം ഒരു പദാർത്ഥത്തിന്റെ ഒരു തന്മാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, തന്മാത്ര രാസസൂത്രം എന്നത് ഒരു പദാർത്ഥത്തിന്റെ ഒരു തന്മാത്രയെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇനി അടുത്ത ഭാഗം, മൂലകങ്ങളുടെ രാസസൂത്രം, കെമിക്കൽ ഫോർമുല ഓഫ് എലമെന്റ്സ് നോക്കാം. ഏകാറ്റോമിക മൂലകങ്ങളിൽ പ്രതീകം തന്നെയാണ് രാസസൂത്രമായിട്ട് പരിഗണിക്കുന്നത്. ഇനി ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിന്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ആറ്റങ്ങളുടെ എണ്ണവും. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിന്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ തന്മാത്രകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അത് തന്നെയായിരിക്കും ആറ്റങ്ങളുടെയും എണ്ണം. ഇപ്പൊ 2He എന്ന് എഴുതി. എന്താണ്? 2 ഹീലിയം ആറ്റങ്ങൾ അല്ലെങ്കിൽ 2 ഹീലിയം തന്മാത്രകൾ എന്ന് മനസ്സിലാക്കണം. 3Ne എന്താണ്? 3 നിയോൺ ആറ്റങ്ങൾ അല്ലെങ്കിൽ 3 നിയോൺ തന്മാത്രകൾ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെയാണ് അതിന്റെ ആറ്റോമികത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏകാറ്റോമികം ഉണ്ട്, ദ്വയാറ്റോമികം ഉണ്ട്, ബഹു ആറ്റോമിക മൂലകങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. മനസ്സിലാവുന്നോ? ഇനി ദ്വയാറ്റോമികം അല്ലെങ്കിൽ ബഹു ആറ്റോമിക മൂലകങ്ങളില് പ്രതീകത്തിന്റെ വലതുഭാഗത്ത് താഴെയായിട്ട് ആറ്റോമികത എഴുതിയാൽ അവയുടെ രാസസൂത്രം ലഭിക്കും. തന്മാത്രകളുടെ ആകെ എണ്ണം രാസസൂത്രത്തിന്റെ ഇടതുവശത്തായിട്ടും എഴുതുന്നു. ഫോർ എക്സാമ്പിൾ 3O2 എന്ന് എഴുതി. അപ്പൊ ഇതില് 3O എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കണം. 3 ഓക്സിജൻ തന്മാത്രകളാണ്. ഓക്കെ, 3 ഓക്സിജൻ തന്മാത്രകളാണ്. അപ്പോ ഇവിടെ 2 കൂടി ഉണ്ടല്ലോ. മൊത്തം എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ എന്ത് പറയും? മൊത്തം എത്ര ആറ്റങ്ങളുണ്ട്? 3 × 2 6, 6 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഇനി നോക്കിയേ, 5Cl2 എന്ന് എഴുതി. ഇതിന്റെ അർത്ഥം എന്താണ്? 5 ക്ലോറിൻ തന്മാത്രകൾ. മൊത്തം ആറ്റങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ 5 × 2 10 ക്ലോറിൻ ആറ്റങ്ങൾ. തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മനസ്സിലായി, ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനും മനസ്സിലായി അല്ലെ?
ദ്വയാറ്റോമികം ബഹു ആറ്റോമിക മൂലകങ്ങളാണെങ്കിൽ അതിൽ തന്മാത്രകളുടെ എണ്ണം എങ്ങനെയാണ്? അതിന്റെ ഇടതുവശത്ത് കിടക്കുന്ന ആ ഒരു സംഖ്യ, അതാണ് തന്മാത്രകളുടെ എണ്ണം. വലതുവശത്ത് താഴെ എഴുതിയിട്ടുള്ള സംഖ്യയും ഇടതുവശത്തുള്ള സംഖ്യയും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ആകെയുള്ള ആറ്റങ്ങളുടെ എണ്ണം. അവിടെ നൽകിയിരിക്കുന്നവയിലെ തന്മാത്രകളുടെ എണ്ണവും ആകെ ആറ്റങ്ങളുടെ എണ്ണവും കണ്ടെത്തുക. നോക്കിയം, ഹൈഡ്രജൻ, ഇവിടെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 1 അല്ലെ, ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ആകെ ആറ്റങ്ങളാണെങ്കിലോ 1 × 2, അപ്പൊ 2 ആയി. ഇനി അടുത്തത് ഓക്സിജന്റെ കേസ്, 5 ഓക്സിജൻ ആണ്. അപ്പോൾ 5 തന്മാത്രകളുടെ അല്ലെ, തന്മാത്രകളുടെ എണ്ണം 5. പിന്നെ ഇവിടെ മൊത്തം ആറ്റങ്ങളുടെ എണ്ണം ആണെങ്കിൽ 5 × 2 10. ഓക്കെ. ഇനി അടുത്തത് നൈട്രജന്റെ കേസ്. നൈട്രജന്റെ കേസിൽ തന്മാത്രകളുടെ എണ്ണം 6, മൊത്തം ആറ്റങ്ങളുടെ എണ്ണം 6 × 2 12. ഇനി ഇവിടെ വരുന്നത് ക്ലോറിൻ. ക്ലോറിന്റെ കേസിൽ നോക്കുമ്പോൾ എന്താണ്? 4 തന്മാത്രകളാണ്. 4 × 2 8 ആറ്റംസ് ആണ് വരുന്നത്. ഇനി അടുത്തത് സൾഫർ. സൾഫറിന്റെ കേസിൽ ഒരു തന്മാത്രയാണ്. അവിടെ 1 × 8 8 ആറ്റങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. 8 അല്ലെ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം കണ്ടെത്താനും അതുപോലെ ആ തന്നിരിക്കുന്ന തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ടോട്ടലായിട്ട് ഉണ്ടെന്ന് കണ്ടെത്താനും പഠിച്ചു. ഇനി നമുക്ക് സംയുക്തങ്ങളുടെ രാസസൂത്രം എന്ന ഭാഗത്തേക്ക് വരാം. ഏതാണ്ട് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കാനായിട്ടുണ്ട്. സംയുക്തങ്ങളുടെ രാസസൂത്രം. ഇവിടെ നമുക്ക് പരിചയമുള്ള ജലം, അമോണിയ, കാർബൺ ടെട്രാക്ലോറൈഡ് ഒക്കെ ഇമേജ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഒരു തന്മാത്രയെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? HCl എന്ന് എഴുതും അല്ലെ, HCl എന്ന് എഴുതും. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഒരു തന്മാത്ര HCl എന്ന് സൂചിപ്പിക്കാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. ജലത്തിന്റെ ഒരു തന്മാത്രയെ എങ്ങനെയായിരിക്കും സൂചിപ്പിക്കുക? എന്താണ്? H2O എന്നാണ് നമ്മൾ എഴുതുക അല്ലെ. ഒരു ജല തന്മാത്ര H2O എന്ന് എഴുതും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് നൈട്രജന്റെ പ്രതീകം H, ഓക്സിജന്റെ പ്രതീകം O, തന്മാത്രകളുടെ എണ്ണം ഓരോന്ന് വീതമാണ്. അങ്ങനെ NO എന്ന രാസസൂത്രം. ഇനി അമോണിയ. അമോണിയ നോക്കിയേ, ഒരു അമോണിയയില് നൈട്രജൻ ഒരു എന്താണ് തന്മാത്രയിലെ ആറ്റങ്ങൾ ഒരെണ്ണം, ഹൈഡ്രജൻ ആണെങ്കിൽ 3 എണ്ണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? NH3. 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു നൈട്രജന്റെ ആറ്റം. അപ്പോൾ അമോണിയ തന്മാത്ര, ഒരു അമോണിയ തന്മാത്ര എന്ന് പറയുമ്പോൾ NH3 എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. കാർബണും ഓക്സിജനും ആണ് ഉള്ളത്. ഓക്കെ. ഇനി കാർബൺ ഓക്സിജൻ. ഓക്കെ, സിമ്പിൾസ് കിട്ടി. പിന്നെ അടുത്തത് കാർബണിന്റെ ഒരു തന്മാത്രയിലെ ആറ്റങ്ങൾ 1, ഓക്സിജൻ ആണെങ്കിൽ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? CO2 എന്ന് കിട്ടി രാസസൂത്രം. ഇനി സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രജൻ H, സൾഫർ S, ഓക്സിജൻ O അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 2 ആറ്റങ്ങൾ ഉണ്ടെന്നാണ്. ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? H2 എന്ന് എഴുതാം. ഓക്കെ. പിന്നെ സൾഫറിന്റെ ഒരെണ്ണം. S1 എഴുതണം എന്നില്ല, വെറുതെ S ഇട്ട് അതിന്റെ അർത്ഥം അവിടെ എന്താ? ഒരാറ്റമാണെന്ന്. പിന്നെ ഓക്സിജന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 എണ്ണം. അപ്പൊ H2SO4 എന്നുള്ളതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം. ഇനി അടുത്തത് കാർബൺ ടെട്രാക്ലോറൈഡ്. അതാണ് മുകളിൽ നമുക്ക് ഇമേജ് തന്നിരിക്കുന്നത്. കാർബൺ C, ക്ലോറിൻ Cl, ക്ലോറിന്റെ ആറ്റങ്ങൾ 4 എണ്ണം, കാർബണിന്റെ ആറ്റങ്ങൾ 1 എണ്ണം. അപ്പോൾ CCl4 എന്ന് കിട്ടും. ഓക്കെ ആണ്. ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ഓക്കെ. ഇനി 3 കാർബൺ ഡയോക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഇവിടെ നോക്കിയേ, തന്മാത്രകൾ 3 എണ്ണമാണ്. ആറ്റങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തണം. ഓൾറെഡി നോക്കിയേ, ഈ 3 എന്നുള്ളത് ഈ കാർബണും ഈ ഓക്സിജനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ തന്മാത്രകളുടെ എണ്ണം മൊത്തം 3 ആണ്. ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ കാർബണിന്റെ 3 ആറ്റങ്ങളുണ്ട്, ഓക്സിജന്റെ 3 × 2 6 ഉണ്ട്. അങ്ങനെ ടോട്ടല് 6 + 3 9 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതുപോലെ ഏതൊരു സംയുക്തത്തിന്റെയും തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. ഇനി മറ്റൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. 2HCl. തന്മാത്രകളുടെ എണ്ണം 2 ആണ്. അപ്പോ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 2 × 1 2, ക്ലോറിൻ 2 × 1 2. ഓക്കെ. അപ്പോൾ മൊത്തം ആറ്റങ്ങളുടെ എണ്ണം 4. ഇനി അടുത്തത് SO2. SO2 എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം 4 എണ്ണം ഉണ്ട്.
അപ്പൊ സൾഫറിന്റെ നമുക്ക് എഴുതാം എങ്ങനെ 4 × 1 അല്ലെ. അപ്പൊ സൾഫർ 4 എണ്ണം കിട്ടി. ഇനി അടുത്തത് ഓക്സിജൻ എങ്ങനെ വരും? 4 × 2 എത്ര വരും? 8 വരും. ഓക്സിജന്റെ 8 എണ്ണം. മൊത്തം ഇതിൽ എത്ര എണ്ണം വരും? അപ്പൊ 8 × 4 12. ഓക്കെ അല്ലെ, 12 എണ്ണം. ഇനി അടുത്തത് C2H5OH. അപ്പൊ നോക്കിയേ, കാർബൺ ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് പറയാം. കാർബണിന് 3 × 2 6 വരും. പിന്നെ ഹൈഡ്രജൻ 3 × 5 15 വരും അല്ലെ. പിന്നെ അടുത്തത് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ഓക്സിജൻ 3 എണ്ണം. പിന്നെ ഇവിടെ ഹൈഡ്രജൻ വീണ്ടും ഒരെണ്ണം കൂടി വന്നിട്ടില്ലേ. അപ്പൊ ഹൈഡ്രജൻ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ എത്ര എണ്ണം വരും? ഇവിടെ 5 × 3 15 വരും. ഇവിടെ പിന്നെ ഈ എച്ചിന് ഈ 3 ആപ്ലിക്കബിൾ. അപ്പൊ 15 + 3 എത്ര എണ്ണം ഉണ്ടാവും? 18 അല്ലെ. അപ്പൊ മൊത്തം വരുമ്പോ 6 + 18 + 3 മൊത്തം 27 ആയി കാണും. കിട്ടിയോ? ഞാൻ ഒന്നുകൂടി പറയാം. കാർബണിന്റെ 3 × 2 6. ഓക്കെ. ഇനി ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? H5 അല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു 5ഉം ഈ 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 കിട്ടി. പിന്നെ ഈ ഹൈഡ്രജനും ഈ ഒരു 3 ആപ്ലിക്കബിൾ ആണല്ലോ, 15ഉം 3ഉം. അപ്പൊ ഹൈഡ്രജന്റെ എത്ര എണ്ണം വന്നു? 18 അല്ലെ. ക്ലിയർ അല്ലേ? ഇനി ഓക്സിജൻ എത്ര എണ്ണം വന്നു? 3 അല്ലേ ഉള്ളൂ, 3. ഓക്കെ. അപ്പൊ ടോട്ടൽ ആയിട്ട് നമുക്ക് 6 + 3 9, 18 + 9 27 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 27 ആറ്റങ്ങളാണുള്ളത്. പിന്നെ C6H12O6 നമുക്ക് കണ്ടുപിടിക്കാലോ. 6 × 2 12. കാർബൺ 12 എണ്ണം. പിന്നെ ഹൈഡ്രജൻ ആണെങ്കിലോ 12 × 2 24. പിന്നെ ഓക്സിജൻ ആണെങ്കിൽ 6 × 2 12. അങ്ങനെ 12 + 24 + 12 48 കിട്ടും. 48 ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ. ഇനി അടുത്തത് രാസസമവാക്യം നോക്കാം. കഴിയാനായി കേട്ടോ. കാർബൺ ഓക്സിജനുമായി സംയോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏതൊക്കെ? ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? നോക്കിയേ, ഇതാണ് നമ്മളുടെ കെമിക്കൽ ഇക്വേഷൻ. C+O2 CO2. അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? റിയാക്ഷനിൽ ഏർപ്പെടാൻ പോകുന്നത് ഏതൊക്കെയാണോ അതൊക്കെയാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. കാർബണും ഓക്സിജനുമാണ് ഇവിടുത്തെ അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഈ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയുന്നത്. രാസപ്രവർത്തന ഫലമായി ഉണ്ടാവുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടുത്തെ ഉൽപ്പന്നം. മനസ്സിലായോ? കാർബണും ഓക്സിജനും തമ്മിൽ റിയാക്ഷൻ നടന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ കാർബണിനെയും ഓക്സിജനുമാണ് നമുക്ക് ഇവിടുത്തെ അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഈ റിയാക്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്ത് ഫോം ചെയ്ത പ്രോഡക്റ്റ് ഉൽപ്പന്നമാണെന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ ആയല്ലോ. അപ്പൊ രാസപ്രവർത്തനത്തിലെ മാറ്റങ്ങളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് രാസസമവാക്യം എന്ന് പറയുന്നത്. ഇതിൽ അഭികാരകങ്ങളെയും ഉൽപ്പന്നങ്ങളെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവയുടെ പ്രതീകങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. ഇത് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ്? CaCO3 നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്താണ് CaCO3? CaCO3 റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാവും പറഞ്ഞത്? കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവും അല്ലേ. കാൽസ്യം ഓക്സൈഡും ഉണ്ടാവും, കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡ് CO2. ഓക്കെ ആയല്ലോ. CaCO3 റിയാക്ഷന് വിധേയമായിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പരിചയമുള്ള കുറച്ച് രാസപ്രവർത്തനങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലെസൺ എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ലെസൺ 8th സ്റ്റാൻഡേർഡിലെയാണ്, പാർട്ട് 1ലെയാണ് കേട്ടോ. അപ്പൊ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടാതെ തന്നെ സ്ഥിതവൈദ്യുതി എന്ന ചാപ്റ്ററിൽ കുറച്ച് ആറ്റവുമായി റിലേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ആറ്റത്തിന്റെ ഘടന എന്ന് പറഞ്ഞിട്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ലെസൺ ആണ് 9th സ്റ്റാൻഡേർഡിലുള്ളത്. ഓൾഡ് SCERT-യിലും ഇതേ പേരിൽ തന്നെ ലെസൺ ഉണ്ട്. അപ്പൊ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള അടുത്ത SCERT ലെസൺസ് ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക കേട്ടോ. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തേക്കുക. അപ്പൊ അത്രേ കാര്യങ്ങളേ ഉള്ളൂ. താങ്ക് യു ഓൾ.